ഉത്തർപ്രദേശിൽ 10 സീറ്റുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ലോക്സഭയിലെ തോൽവിക്ക് ശേഷം ഈ ഉപതെരഞ്ഞെടുപ്പ് BJPക്ക് ഒരു അഭിമാന പോരാട്ടമാണ്. ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കേണ്ടതുണ്ട്. എന്നാൽ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തമ്മിൽ ഭിന്നതയുണ്ടോ എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. 5 സീറ്റിൽ മത്സരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ച വാർത്ത പുറത്തു വന്നതോടെയാണ് ഈ ചർച്ചകൾക്ക് തുടക്കമായത്. സമാജ്വാദി പാർട്ടി കോൺഗ്രസിന് 2 സീറ്റുകൾ മാത്രമാണ് നിർദ്ദേശിച്ചത്. 10ൽ 5 സീറ്റ് അവകാശപ്പെടുന്നത് സംസ്ഥാനത്ത് സമാജ്വാദി പാർട്ടിക്കൊപ്പം നിൽക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമമാണ് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം. അടുത്തിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 17 സീറ്റുകളിലും സമാജ്വാദി പാർട്ടി 63 സീറ്റുകളിലും മത്സരിച്ചു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം കോൺഗ്രസിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 50-50 ഫോർമുല വേണമെന്ന് കോൺഗ്രസ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം സംസ്ഥാനത്ത് പാർട്ടിയുടെ നില കൂടുതൽ ശക്തിപ്പെട്ടതായി കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിഹേഴ്സലായിട്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതിനാൽ ഞങ്ങൾക്ക് 5 സീറ്റുകൾ വേണമെന്നതാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 10 മണ്ഡലങ്ങളിലും കോൺഗ്രസ് ചുമതലക്കാരെ നിയമിച്ചിട്ടുമുണ്ട്. AICC ഭാരവാഹികൾക്കൊപ്പം പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ചില MP-മാരും ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ മണ്ഡലത്തിന്റെ ചുമതലയാണ് നൽകിയിരിക്കുന്നത്. പ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ്, കോൺഗ്രസ് ലെജിസ്ലേച്ചർ പാർട്ടി നേതാവായ ആരാധന മിശ്ര, AICC സെക്രട്ടറിമാരായ ധീരജ് ഗുജ്ജാർ, തൗക്കീർ ആലം, നിരാൻഷു ചതുർവേദി, സത്യനാരായൺ പട്ടേൽ, അതുപോലെ MP-മാരായ ഉജ്ജൽ രമൺ സിംഗ്, ഇമ്രാൻ മസൂദ്, KL ശർമ്മ, തനോജ് പൂവ് എന്നിവർക്കാണ് ചുമതല നൽകിയിരിക്കുന്നത്. അതേസമയം കോൺഗ്രസിന്റെ ഈ ഒരുക്കത്തിനെതിരെ സമാജ്വാദി പാർട്ടിയും പ്രതികരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് സമ്മർദ്ദം ചെലുത്തുകയാണ്, പക്ഷേ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നാണ് സമാജ്വാദി പാർട്ടി പറയുന്നത്. എന്തു സംഭവിച്ചാലും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തമ്മിൽ സഖ്യമുണ്ടാകുമെന്നും സമാജ്വാദി പാർട്ടി നേതാക്കൾ അടിവരയിട്ട് പറയുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും പ്രതികരണം നടത്തിയില്ല. രാഹുൽ ഗാന്ധിയിലാണ് സമാജ്വാദി പാർട്ടിയുടെ പരിപൂർണ വിശ്വാസമുള്ളത്. രാഹുലിന്റെ മുന്നിൽ കാര്യങ്ങൾ എത്തുമ്പോൾ ഇതിനൊക്കെയുള്ള പരിഹാരം ഉണ്ടാകുമെന്നതാണ് നേതൃത്വം കരുതുന്നത്.